പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചൊൽക്കവിതകൾ എന്ന് വിളിക്കുന്നു അങ്ങയുടെ പല കവിതകളെയും. കവിതയിലെ സംഗീതം കൊണ്ടുവരുന്നത് കവിതകൾ എന്നുള്ള നിലയിൽ പലപ്പോഴും അങ്ങയുടെ കവിതകൾ പഠിക്കപ്പെടാതെ പോകുന്നതിന് ഒരു കാരണമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സംഗീതം വേറൊരു കലാരൂപമല്ലേ? അതിനെ കവിതയുമായി സന്നിവേശിപ്പിക്കുന്നത്, കവിത ഒരുപക്ഷെ ഒരു കേൾക്കുന്ന കവിത വായിക്കുന്ന ഒരു ന്യൂനപക്ഷത്തെക്കാൾ കവിത കേൾക്കുന്ന ഒരു വലിയ ഭൂരിപക്ഷത്തെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടാവാം. അത് 1950 മുമ്പ് വരെയെങ്കിലും ലോകം മുഴുവൻ കവിത കൂടുതലും കേട്ടാവളാണ്, വായിച്ചല്ല. രാമായണം എന്തിനും എല്ലായിടത്തും വായിച്ചു, കേൾക്കാനാ. ഒരു വായന ഒരുപാട് പേരുടെ ഉള്ളിൽ ചെല്ലും. ഉച്ചത്തിലുള്ള വായന. തനിച്ചു വായിക്കുമ്പോൾ തനിക്ക് മാത്രം, തൻ്റേത് മാത്രമായ ലോകത്തേക്ക് ചുരുങ്ങുന്ന ആളുകളിലാണ് വായന ഒറ്റപ്പെട്ടതായി വരുന്നത്. അതേസമയം പൊതുവിലുള്ള കവിതയുടെ പാരായണം ഒരു സമഷ്ടി പ്രക്രിയയാണ്. ആ സമഷ്ടി പ്രക്രിയയാണ് ഇതിനെ എല്ലാവർക്കും ഒരുപോലെ എത്തിക്കുന്നത്. അത് വേണം, അതുണ്ടായിരുന്നു, ഇനി ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഭാഷ ഉച്ചരിക്കുന്നതാണ്. ലാംഗ്വേജ് എന്നല്ലേ പറയുന്നത്. വോക്സ്, ലത്തീനിൽ വോക്സ് എന്നാണ് പറയുന്നത്. വാക്ക്, തമിഴിൽ നമ്മുടെ സംസ്കൃതത്തിൽ വാക്ക് എന്ന് പറയുന്നത്, വോക്സ് എന്ന് പറയുന്നത് വചിക്കുന്നതാണ്. വചിക്കാതാവുമ്പോൾ ഭാഷയല്ലാതാവും. മാത്രമല്ല ഓരോ വചനത്തിലും ആത്മാവ് കൂടെയാണ് ഉച്ചരിക്കുന്നത്. അതിൽ ആത്മാവിൻ്റെ ഊഷ്മളത ഉണ്ട്. പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ് എൻ്റെ ഉള്ളിലുള്ളതെങ്കിൽ ആ ശക്തിയുടെ ഏതെങ്കിലും ഒരു ഗുണം ചിലപ്പോൾ ജലാംശമായിരിക്കും, ചിലപ്പോൾ ആഗ്നേയാംശമായിരിക്കും, ചിലപ്പോൾ വായവ്യാംശമായിരിക്കും, ചിലപ്പോൾ ആകാശാംശമായിരിക്കും എൻ്റെ വാക്കി കൂടെ വരുന്നത്. അങ്ങനെ വരുമ്പോഴേ ശ്രോതാവിൽ ഇത് ശക്തിയാവും. ഭാഷ കേട്ടാണ് എല്ലാവരും പഠിച്ചത്. അതുകൊണ്ട് ചൊല്ലുക എന്നത് പണ്ടുകാലം മുതൽ ബാർഡുകൾ എന്ന് ഇംഗ്ലീഷുകാർ വിളിച്ചിരുന്നവർ തൊട്ട്, പാണൻ എന്ന് പാട്ട്, യാഴ്പ്പാണർ തമിഴം വിളിച്ചത് തൊട്ട്, കവി എന്ന് ഇംഗ്ലീഷ് നമ്മുടെ സംസ്കൃതത്തിലെ വൈദികന്മാർ കുശബ്ദേ, ശബ്ദിക്കുന്നവൻ, പാടുന്നവനാണ് കവി. അങ്ങനെ ഉച്ചരിച്ച് കൊടുക്കുന്ന ഒരു പാരമ്പര്യം 1950 എന്ന് പറയുന്ന ആധുനിക ഇത് ഒരു 60 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാത്രം വായന എന്ന് പറഞ്ഞാൽ മൗനമാണ്. വാദനം എന്ന വാക്കിൽ നിന്നാണ് വായന എന്ന വാക്ക് വന്നത്. അത് പുസ്തകം നോക്കി കണ്ണുകൊണ്ട് ഓടിക്കുന്ന ക്രിയയ്ക്കല്ല വാദനം എന്ന വാക്ക് വന്നത്. വീണാവാദനം, മൃദംഗവാദനം, മൃദംഗം വായിച്ചു പറയില്ലേ, ആ വാദനം. ആളുകൾ ഈ വാക്കിന്റെ അർത്ഥം ശരിക്കും നിരുക്തം മനസ്സിലാക്കിയിട്ടില്ല. വാദനം എന്ന വാക്ക് മലയാളമായപ്പോൾ വായന ആയതാണ്. അതിന് തമിഴം പറയുന്ന പഠിക്കുക എന്നാണ്. പാഠം എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്നതാണ് പാഠം. അപ്പൊ അതൊന്നും ആളുകളെ ഓർമ്മിക്കാൻ വിടാം. പദ്ധതി ആണ്. അപ്പൊ അത് ആളുകളെ ഓർമ്മിക്കാൻ പോലും സമ്മതിക്കില്ല. വായന തുടങ്ങിയ പുസ്തകം നോക്കിയിരിക്കലാണ് നമ്മുടെ കുറച്ച് ഗവേഷകന്മാരും കുറച്ച് നിരൂപകന്മാരും കുറച്ചു പേരെ പഠിപ്പിച്ചെടുത്തു. അങ്ങനെ പഠിപ്പിച്ചെടുത്തതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ ബുദ്ധി കുറച്ച് തിരിഞ്ഞുപോയി എന്ന് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്.